വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഓവർ റൂൾ ചെയ്തു. കോടതിയിൽ ഇരുന്നല്ല, തന്റെ അറിവുകേടിന്റെ 4 ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മുറിയിൽ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം ഓവർ റൂൾ ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുപോലെ ഉപദേശം കൊടുത്തതാണ് അദ്ദേഹം ഉറക്കം വായിച്ചത്. അപ്പൊ അതാണ് നിയമം, അതായിരിക്കണമല്ലോ നിയമം. വിവരദോഷി. ഇനി ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ വിവരമുണ്ടെന്ന് നാം കരുതുന്ന നിരവധി ആളുകൾ ഉണ്ടല്ലോ. വിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, മന്ത്രിയുടെ സ്റ്റാഫ്, ഇവരൊക്കെ നമ്മുടെ ഖജനാവിൽ നിന്ന് വലിയ ശമ്പളം പറ്റുന്നവരാണ്. ഇപ്പൊ രാഷ്ട്രീയ നിയമനമാണെങ്കിൽ പോലും അതിന് യോഗ്യതയുള്ളവരെയാണ് നിയമിക്കുന്നതെന്നാണല്ലോ ഇവരെല്ലാം അവകാശപ്പെടുന്നത്. മന്ത്രിയുടെ ഓഫീസിലൊക്കെ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ വലിയ ശമ്പളം പറ്റുന്നവരാണ്. അപ്പോൾ മന്ത്രിക്ക് കാര്യശേഷി ഇല്ലെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറവാണെങ്കിൽ അത് ഉപദേശിക്കാനാണല്ലോ ഇവരെയൊക്കെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊരവസ്ഥയാണ് ശ്രീ എം.ആർ. അഭിലാഷ്? വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് എന്താണ് ഇത് സംബന്ധിച്ച കോടതി വിധി എന്ന് പോലും അറിയാതാണ് വലിയ വായിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഒരു സംശയം പോലും ഇല്ലാതെ ഒന്ന് ആലോചിക്കണം. ഈ പ്രശ്നം ഈ നിയമത്തിനൊന്നും വിട്ടുകൊടുക്കാതെ ആ നാട്ടിലെ ആളുകൾ, ജനപ്രതിനിധികളൊക്കെ പരിഹരിച്ചു. കുട്ടിയുടെ അച്ഛനും അത് ബോധ്യപ്പെട്ടു. പ്രശ്നമല്ല. വിദ്യാഭ്യാസ മന്ത്രിയെ ടൂൾ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ടൂൾ ആക്കിക്കൊണ്ട് ഇത്തരത്തിൽ വെറുപ്പിന്റെ വിത്ത് വിതയ്ക്കുവാനും അത്തരത്തിലൊരു വിടവ് സൃഷ്ടിക്കുവാനും അവർ ശ്രമിച്ചത് തീർത്തും ദൗർഭാഗ്യം. എന്റെ ഒരു സംശയം, ഇപ്പോൾ ഇത് സർക്കാർ ഇടപെട്ട് അല്ലെങ്കിൽ CPM ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയ ഒരു വിഷയമായിരുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ, ഒരാൾ എഴുതി വെച്ചതും മറ്റേയാൾ വായിച്ചതും, ഈ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും കേസെടുക്കുക മാത്രമല്ല, താങ്കൾ ഒരു പക്ഷേ ഇന്നിത് ആങ്കർ ചെയ്യുവാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടനെ. അത് താങ്കളുടെ വായിൽ നിന്നാണ് അത്തരത്തിലൊരു അഭിപ്രായം വന്നിരുന്നതെങ്കിൽ. ഇനി തല പരിശോധിക്കേണ്ട നിലയിലുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ഇതുപോലൊരു കേസെടുത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. കേരള ഹൈക്കോടതി അതിന് മുൻകൈ എടുത്താൽ നല്ലത്. അഡ്വക്കേറ്റ് വിമല ബിനു അടുത്ത തവണ കോടതി ഇത് പരിഹരിക്കുമ്പോൾ ആ കോടതിയുടെ മുന്നിൽ ഇത് ബോധിപ്പിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ ശമ്പളം കൊടുത്ത് നാം പോറ്റേണ്ടതില്ല. അവർക്ക് മുകളിലുള്ള ആളുകളെയും ഇതുപോലെ ഒരു വിഷയത്തിൽ ഇതുപോലെ ഒരു നിലപാടെടുത്ത വിദ്യാഭ്യാസ മന്ത്രി നാളെ മാപ്പ് പറയേണ്ടതാണ്.